ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്തുണ്ടാക്കണം എന്നുള്ളൊരു സംശയമായിരിക്കും. അങ്ങനെയൊരു ദിവസമായിരുന്നു ഇന്ന്. കിച്ചണിൽ കയറാൻ തന്നെ ലേറ്റായി. അങ്ങനെ കിച്ചണിൽ കയറിയതിന് ശേഷം എന്തുണ്ടാക്കണം എന്ന് ചിന്തിച്ചപ്പം എഗ് ബജിയാണ് ഓർമ്മ വന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് ബജി. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലപ്പൊടിയിൽ 1 സ്പൂൺ അരിപ്പൊടി ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, കായം, ചെറിയ ജീരകം എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് മാവ് പരുവത്തിലാക്കുക. ഈ കാണുന്ന രീതിയിലാണ് ബാറ്റർ തയ്യാറാക്കേണ്ടത്. അതിനുശേഷം പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് അല്ലെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ബാറ്ററിൽ മുക്കി കാന വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമാണ്. നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്കുമാണ്. ഇതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിന്. ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. മല്ലിച്ചപ്പും ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, തൈര് കൂട്ടിയിട്ട് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്.